ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാ അപ്പം നമ്മുടെ കുസാറ്റിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷായി. എല്ലാവരും നോക്കിക്കാണും. മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും ഉദ്ദേശിച്ച കോഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ല. സോ കീമ് തന്നെയാണ് കാരണം. ഞാൻ പറഞ്ഞു കീമ് വരുന്നത് വരെ കുസാറ്റ് നല്ല ടൈറ്റ് ആയിരിക്കും. പക്ഷെ ആരും വിഷമിക്കേണ്ട. എന്തെന്നൊക്കെ പറഞ്ഞാലും കീമ് വരുമ്പോഴത്തേക്ക് കുസാറ്റിൽ നിന്ന് ഒരുപാട് കുട്ടികൾ മാറിപ്പോവും. സോ അവർ ആ സീറ്റുകളെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി ഇനി അലോട്ട്മെൻറ്റോ സ്പോട്ട് അഡ്മിഷനോ എന്തായാലും വെക്കുന്നതാണ്. ഇപ്പം തന്നെ റിയൽ ടൈം എല്ലാം കുസാറ്റിൻ്റെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതെല്ലാം കീം ഇത്ര ലാഗ് ആവുന്നതുകൊണ്ടാണ് അവരിങ്ങനെ വലിച്ചു നീട്ടി ചേഞ്ച് ആക്കുന്നത്. സോ ഈ അലോട്ട്മെൻറ്റ് കൂടെ നിങ്ങൾ വിചാരിച്ച സെക്കൻഡിനെക്കാട്ടി നല്ല ടൈറ്റായിട്ടാണ് തേർഡ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു പ്രഡിക്ഷനിൽ റിയൽ ടൈം നല്ല ലൂസാവാൻ ചാൻസ് ഉണ്ട്. അതിന് മുന്നേ കീമിൻ്റെ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിയൽ ടൈം എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട് ഡേറ്റ്. അതിന് മുന്നേ റിയൽ ടൈം അലോട്ട്മെൻറ്റ് വരുന്നതിന് മുന്നേ കീമിൻ്റെ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇപ്പോൾ കുറേ പേർക്കുള്ള സംശയമായിരിക്കും കീം അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 2 വരെ നീട്ടിയില്ലേന്ന്. സോ അത് ഇതുവരെയും ഒഫീഷ്യൽ അല്ല. എൻ്റെ ഒരു ഇതിൽ 18 വരെ മാത്രമേ കീം അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കാണത്തുള്ളൂ. ഓഗസ്റ്റ് 2 ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും ഒഫീഷ്യൽ അല്ല. ചിലപ്പോൾ ഫേക്ക് ആവാൻ നല്ല സാധ്യത ഉണ്ട്. സോ അപ്പോൾ എല്ലാവരും റിയൽ ടൈം വരെ വെയിറ്റ് ചെയ്യുക. നമുക്കിനി ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാം. ഇതിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ ഡേറ്റുകളെല്ലാം പറയുന്നുണ്ട്. റിയൽ ടൈം ഇപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, റിയൽ ടൈം അലോട്ട്മെൻറ്റ് ഓൺലൈനാണോ ഓഫ്ലൈനാണോ, റിയൽ ടൈം അലോട്ട്മെൻറ്റ് റിയൽ ടൈം അഡ്മിഷനും തമ്മിലുള്ള വ്യത്യാസം, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഡേറ്റ്, റിയൽ ടൈം അലോട്ട്മെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ്, ഇതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ അവസാനം വരെ കാണുക. ആദ്യം തന്നെ പറയാനുള്ളത്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വിളിച്ചിട്ടുണ്ട്. ഈ 3 അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലുമൊക്കെ കോഴ്സ് കിട്ടിയവർക്ക് കുസാറ്റിൽ ഓഫ്ലൈനായിട്ട് പോയി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. സോ 18 19 മറ്റന്നാണെന്ന് തോന്നുന്നു. സോ 18 19 ആയിട്ട് കുട്ടനാട് ക്യാമ്പസിൽ കുസീക്കിൽ CS-ഉം സിവിലും കിട്ടിയവർക്കുള്ള ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് 18 ആണോ 19 ആണോ ഡേറ്റ് തന്നേക്കുന്നതെന്ന് മെയിൽ ചെക്ക് ചെയ്യുക. 2 ദിവസം പോവേണ്ട ആവശ്യം വരുന്നില്ല. സ്ഥലം എന്ന് പറയുന്നത് കൊച്ചി ക്യാമ്പസിലാണ് പോവേണ്ടത്. സെമിനാർ കോംപ്ലക്സിൽ വെച്ചാണ്. 9:30 രജിസ്ട്രേഷൻ ടൈമാണ്. കൃത്യം 9:30 മുന്നേ തന്നെ എത്താൻ ശ്രമിക്കുക എല്ലാവരും. 18 19 കുസീക്കിൽ CS-ഉം സിവിലുകാർക്കും. അത് 21 വരുമ്പോഴത്തേക്ക് IT EC EEE അത് കുസീക്കിൽ അഡ്മിഷൻ കിട്ടിയവർക്കാണ്. IT EEE EC ദെൻ 21 CS-കാർക്കും ഫയർ ആൻഡ് സേഫ്റ്റിക്കാർക്കും SOയിൽ അഡ്മിഷൻ കിട്ടിയ CS-കാർക്കും ഫയർ ആൻഡ് സേഫ്റ്റിക്കാർക്കും ഉണ്ട്. ഇതെല്ലാം സെമിനാർ കോംപ്ലക്സിലാണ്. 9:30 ടൈം. പിന്നെ 21 തന്നെ IT CS സിവിൽ കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്. സോ ഇതെല്ലാം ഞാൻ ഇതിൽ വെച്ചേക്കാം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ കാണും. സോ നിങ്ങൾ എന്തായാലും നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യുക. മെയിൽ നിങ്ങൾക്ക് പോവേണ്ട പ്രോപ്പർ ഡേറ്റും പ്രോപ്പർ ടൈമും എവിടെയാണ് വരേണ്ടത് എല്ലാം കാണിക്കും. പിന്നെ മെയിൻ ക്യാമ്പസിൻ്റെ പാർട്ടായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ, പോളിമർ, ഷിപ്പ് ടെക്നോളജി, ഇത്രയും ആൾക്കാരൊക്കെ 21 അവരെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 10 മണിയാണ്. സോ നിങ്ങൾ ഹാജരാകേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റേഷൻകാർക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ, പോളിമർക്കാർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോളിമർ സയൻസ്, ഷിപ്പുകാർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി. ഇത്രയും ഡീറ്റെയിൽഡാണ് ഞാൻ എന്തായാലും ഇതിൽ കൊടുത്തേക്കാം. സോ എല്ലാവരും എന്തായാലും നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യുക. മെയിൽ വന്ന ഡേറ്റിലായിരിക്കും നിങ്ങൾ പ്രോപ്പറായിട്ട് ചെല്ലേണ്ടത്. അടുത്തതെന്ന് പറഞ്ഞാൽ റിയൽ ടൈം രജിസ്ട്രേഷനാണ്. റിയൽ ടൈം അലോട്ട്മെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് 17 നിന്ന് 23 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ 23 തൊട്ട് 25 വരെ 3 ദിവസമാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം. സോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 3 അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയ കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ട. ഇതുവരെയും ഒരു കോഴ്സും കിട്ടാത്തവരാണ് രജിസ്റ്റർ ചെയ്യാനുള്ളത്. സോ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇതുവരെയും ഒരു കോഴ്സും കിട്ടാത്തവർ എന്തായാലും രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങളെ റിയൽ ടൈം അലോട്ട്മെൻറ്റിലോട്ട് പരിഗണിക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റില്ല. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ഈ കഴിഞ്ഞ 3 അലോട്ട്മെൻറ്റിന് വേണ്ടി വെച്ച കോഴ്സ് അതേപോലെ തന്നെ മാത്രമേ റിയൽ ടൈമിൽ കൺസിഡർ ചെയ്യത്തുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓഫ്ലൈനാണോ ഓൺലൈനാണോ എന്ന് കുറേ കുട്ടികൾ ചോദിച്ചു. സോ അവരൊക്കെ വേണ്ടിയാണ്. ഇത് ഒട്ടും കൺഫേം അല്ല. ഇപ്പോൾ വരെ ഉള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് യൂണിവേഴ്സിറ്റി റൂള് ചേഞ്ച് ആക്കാം. ലാസ്റ്റ് ഇയർ വരെയും റിയൽ ടൈം അലോട്ട്മെൻറ്റിൽ
ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയ കുട്ടികൾക്ക് ഓൺലൈനും ഒന്നും കിട്ടാത്തവർക്ക് ഓഫ്ലൈനായി അവിടെ പോവേണ്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓൺലൈനാണ്. റിയൽ ടൈം അലോട്ട്മെൻറ്റ് എല്ലാ കുട്ടികൾക്കും ഓൺലൈനാണ്. റിയൽ ടൈം അഡ്മിഷൻ എന്ന് പറയുമ്പോൾ സ്പോട്ട് പോലെ ഓരോ റാങ്ക് ഇന്ന റാങ്ക് തൊട്ട് ഇന്ന റാങ്ക് വരെ ഈ ദിവസം അവർ റിയൽ ടൈം അഡ്മിഷന് വേണ്ടി നമ്മൾ ഓഫ്ലൈനായി ക്യാമ്പസിൽ പോവേണ്ടി വരും. സോ റിയൽ ടൈം അലോട്ട്മെൻറ്റ് എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ ആണെന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. സോ ഇനി ഇതിലെന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ചെയ്യുന്നതാണ്. സോ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് പ്രോപ്പർ ടൈമിൽ ഈ ചാനലിൽ കൂടെ തന്നെ ലഭിക്കുന്നതാണ്. സോ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.